ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയാസ് കിച്ചൺ വൈബ്സ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നാടൻ തോരനാണ്. വാഴക്കൂമ്പ് വെച്ചിട്ടാണ് ഞാൻ ഈ തോരൻ ചെയ്തിരിക്കുന്നത്. വാഴക്കൂമ്പ് തോരൻ വെക്കാൻ എല്ലാവർക്കും അറിയാം. പല രീതിയിലും ഇത് തോരൻ വെക്കാറുണ്ട്. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു വാഴക്കൂമ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഇതിന്റെ തൊണ്ടൊക്കെ ഒന്ന് കളഞ്ഞ് ഞാനിതൊരു ഫിലിം കൊണ്ട് കവർ ചെയ്ത് ഫ്രിഡ്ജ് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ ഒരു ലെയറും കൂടെ തൊണ്ട് മാറ്റിയിട്ടുണ്ട്. ഒരുപാട് തൊണ്ട് കളയണ്ട. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തോരൻ വെച്ച് വരുമ്പോൾ ഒന്നും കാണത്തില്ല. അപ്പൊ ഇത് കട്ട് ചെയ്തെടുക്കുന്നതിന് മുമ്പ് കയ്യെ നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണ പുരട്ടിയെടുക്കാം. അല്ലെങ്കിൽ ഇത് അരിഞ്ഞു വരുമ്പോൾ കൈ കാർത്തു പോവേ. എന്നിട്ട് ഇതിന്റെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഈ സൈഡ് ഇങ്ങനെ കൊത്തി അരിഞ്ഞിട്ടാണ് വാഴക്കൂമ്പ് അരിഞ്ഞെടുക്കുന്നത്. ഞാനിവിടെ ഒരു ഇലയിലോട്ട് തന്നെയാണ് ഇത് അരിഞ്ഞിടുന്നത്. പാത്രങ്ങളിലൊക്കെ ആണെങ്കിൽ കറ പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇലയിലോട്ട് തന്നെ അരിഞ്ഞിടുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ തൊണ്ട് കുറച്ചുകൂടെ കളയണമെന്നുണ്ടെങ്കിൽ അത് കളയാവുന്നതാണ്. പക്ഷെ അതിന്റെ ആവശ്യമില്ല. ഈ രീതിയിൽ കൊത്തി അരിഞ്ഞാൽ വലിയ കട്ടിയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ പറ്റും. പിന്നെ വാഴക്കൂമ്പ് അരിഞ്ഞ് നേരെ വെള്ളത്തിലേക്ക് ഇടുന്നവരുണ്ട്. അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ വെള്ളത്തിൽ കുറച്ച് തൈര് കലക്കി മോരും വെള്ളം ആക്കിയിട്ട് അതിലേക്ക് അരിഞ്ഞിടുന്നവരും ഉണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് അരിഞ്ഞെടുക്കുന്നത്. പിന്നെ ഈ കൂമ്പിനുള്ളിൽ പൂവൊന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് അരിയൊന്നും വേണ്ട. അതും ഈ കൂട്ടത്തിൽ തന്നെ അരിഞ്ഞു ചേർക്കാവുന്നതാണ്. സാധാരണ തോരന് വേണ്ടിയിട്ട് ഏത്തവാഴയുടെയും ഞാലിപ്പൂവന്റെയും കൂമ്പാണ് ഉപയോഗിക്കുന്നത്. റോബസ്റ്റായുടെ ഒന്നും ഉപയോഗിക്കത്തില്ല. ചില കൂമ്പൊക്കെ കഴിക്കുന്നതാണ്. നമ്മൾ നാട്ടിലൊക്കെ ചന്തയിലൊക്കെ പോയി മേടിച്ചാൽ നല്ല കൂമ്പ് കിട്ടും. പക്ഷെ ഇവിടെ ഒക്കെ നമ്മൾ ലുലുന്നൊക്കെ മേടിക്കുന്ന കൂമ്പൊന്നും വിശ്വസിച്ച് മേടിക്കാൻ പറ്റത്തില്ല. കഴിക്കുന്ന കൂമ്പായിരിക്കും മിക്കവാറും കിട്ടുന്നത്. എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഇതിപ്പോ നമ്മുടെ വീട്ടിലുണ്ടായ വാഴയിലെ കൂമ്പാണ്. ഞങ്ങളുടെയൊക്കെ സ്ഥലത്ത് ഇതിന് വാഴക്കൂമ്പെന്നാണ് പറയുന്നത്. പിന്നെ വാഴച്ചുണ്ടെന്ന് പറയുന്നവരുണ്ട്, കുടപ്പൻ എന്ന് പറയുന്നവരുണ്ട്. ഓരോ സ്ഥലത്തും ഓരോ പേരാ. ഇപ്പം വാഴക്കൂമ്പ് മൊത്തം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലെ കറയൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതുപോലെ ഇങ്ങനെ തിരുമ്മി കൊടുക്കുന്നത്. ഈ കറ ഒരു നൂല് പോലെ ഇതിൻ്റെ അകത്ത് കാണും. അതെടുത്ത് മാറ്റേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചാൽ മാത്രം മതിയേ. ഇനി ഇത് തോരൻ വെക്കാനായിട്ട് തുടങ്ങാം. തോരൻ തയ്യാറാക്കുന്നതിന് മുമ്പ് ഇതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കി വെക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1.25 കപ്പ് തേങ്ങ തിരുമിയത്, 2 ചുവന്നുള്ളി, 3 വലിയ അല്ലി വെളുത്തുള്ളി, 4-5 പച്ചമുളക് ഇത്ര എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അരയണ്ട, നന്നായിട്ട് ചതച്ചെടുത്താൽ മതിയേ. തോരൻ തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പം ഒരു 3/4 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 3 വറ്റൽ മുളക് മുറിച്ചിട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ് ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ ഏറ്റവും നല്ലത്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരണം. ഇപ്പൊ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ എല്ലാവരും കഴിച്ചിരിക്കേണ്ട ഒന്നാണ് വാഴക്കൂമ്പ്. ശരീരത്തിനുള്ളിലെ വിഷാംശങ്ങളൊക്കെ പുറത്തു പോകാനായിട്ട് ഈ വാഴക്കൂമ്പ് കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. ഒരു 2-3 മിനിറ്റ് ഇതിങ്ങനെ തുറന്നു വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അടച്ചു വെച്ചും വേവിക്കാവുന്നതാണ്. ഞാനിവിടെ വാഴക്കൂമ്പും വൻപയറും ചേർത്തിട്ടാണ് തോരൻ വെക്കാൻ പോകുന്നത്. പല രീതിയിൽ തോരൻ വെക്കാറുണ്ട്. ചെറുപയർ ചേർത്ത് വെക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ പരിപ്പ് ചേർത്ത് വെക്കുന്നവരുണ്ട്. പക്ഷെ ഇപ്പൊ ഞാനിവിടെ ചെയ്യുന്നത് വൻപയർ ചേർത്തിട്ടാണ്. ഇപ്പൊ ഈ വാഴക്കൂമ്പ് നന്നായിട്ടൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ചേർത്ത് കൊടുക്കാം. വൻപയർ ഒരുപാട് അങ്ങ് വേവിച്ച് കളയല്ല, ഒരു 2 വിസിലൊക്കെ മതിയാവും അത്യാവശ്യം ഒന്ന് വെന്ത് വരാനായിട്ട്. ഇനി ഈ കൂട്ടത്തിൽ കിടന്നിട്ട് ഒന്നുകൂടെ വേവേണ്ടതാണ്. കുക്കറിലിട്ട് വേവിക്കുമ്പോൾ ഒരുപാട് വെന്ത് പോയാൽ നമ്മൾ ഈ തോരനിലോട്ട് ഇത് ചേർക്കുന്ന സമയത്ത് വല്ലാതെ അങ്ങ് കുഴഞ്ഞു പോകും. ഒരത്യാവശ്യം വേവാവുന്ന പരുവത്തിൽ നിർത്താവുന്നതാണ്. ഞാനിവിടെ 1/2 കപ്പ് വൻപയറാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കരുത്. ഇതിൽ ഒഴിച്ചിരിക്കുന്ന എണ്ണയിൽ ഇത് വെന്തോളും. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ ഇത് ഏകദേശമൊക്കെ ആയി വരുന്നുണ്ട്. എല്ലാം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പും കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ്
ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പയർ വേവിച്ചപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ഒരു 2-3 മിനിറ്റത്തേക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള കൂമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൽ വെള്ളത്തിന്റെ അംശം നിൽക്കുന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് തുറന്നു വെച്ച് ഇതുപോലെ ഇളക്കി ഒന്ന് തോർത്തി എടുത്താൽ മതി. ഇപ്പൊ ഇത് നന്നായിട്ട് തന്നെ തോർത്തി എടുത്തിട്ടുണ്ട്. വെള്ളത്തിന്റെ അംശം ഒന്നുമില്ല. ഇനി ഇതിലേക്ക് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ചേർക്കേണ്ടത് വെളിച്ചെണ്ണയാണ്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അടച്ചു വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വെളിച്ചെണ്ണ ഒഴിക്കുന്ന സമയത്ത് 1-2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം തുറന്നുപയോഗിക്കാം. ഇപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കഴിക്കാൻ വേണ്ടി എടുക്കാവുന്നതാണ്. ഇത് മിക്സ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ലൊരു മണമൊക്കെയാണ്. ഇങ്ങനെ ലാസ്റ്റിൽ ഈ വെളിച്ചെണ്ണയൊക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നാടൻ മണമാണ് വരുന്നത്. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു തോരനാണ് വാഴക്കൂമ്പ് കൊണ്ടുള്ളത്. ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആരോഗ്യത്തിനൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു തോരൻ തന്നെയാണിത്. അടുത്ത ദിവസം ഇനി വേറൊരു റെസിപ്പിയുമായിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.